നമുക്ക് പണി എത്ര കഴിഞ്ഞു अभी जर्मन इंट्रोडक्शन war अलग है स्टूडेंट है Ich bin Abiram, ich komme aus Indien. Das ist mein Freund. तरा आई अरबी में Jalan dulu. Ein Freund, mein വെച്ച boyfriend ഓക്കേ तरा तरा Hi, ich bin Abiram. Ich komme aus Indien. Ich wohne in Mommsenstraße 31. That's all. അത് പോയി എന്തിനാണ് എന്തിനെടുക്കുന്നത് നിന്റെ ബയോഡാറ്റ പറയാനല്ല ഇതിന്റെ പിന്നിളകി പോന്നു. നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജർമ്മനി ചെയ്യാൻ പോകുന്നത് ഒരു വലിയൊരു സംഭവമാണ്. എന്താന്ന് വെച്ചാൽ ഫറാൻ, നമ്മുടെ പ്രിയപ്പെട്ട ഫറാൻ കവല ഉസ്താദ് മദീനത്തെ ചേട്ടനെ പോലെ പൊറാട്ട അടിക്കാൻ പോവുകയാണ് ഗൈസ്. ബാക്കി കുറച്ചുണ്ട് ഇതിരിക്കുന്നുണ്ടല്ലോ അല്ലേ. സോ ആരെങ്കിലും പൊറോട്ട ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടോ വൈസൻമേൽ ടൈപ്പ് 405 ഈ ചെക്കൊന്നും ഉണ്ടാടുന്നറാ ടൈപ്പ് 405 ഉണ്ടോ. ടൈപ്പ് 505ന്റെ 550യുടെ അടിയിലേക്കുള്ളത് ഏതും മൈദയാണ്. നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ഹാഫ് കിലോയുടെ 2 എന്തൊക്കെ കാണിക്കണ്ടേ സൂമിൻ സൂമോട്ട് ചെയ്യണ്ട ചെയ്തല്ല വേണ്ട. അയ്യോ ഉപ്പിന്റെ മേലാണ് ക്യാമറ വെച്ചേക്കണ്. 1/2 കിലോന് ആദ്യം വിട്ട് നമുക്ക് കുഴക്കാം. അതാണ് കുറച്ചും കൂടി റോ അത്രക്ക് ഇതാവണ്ട. ഇവിടുത്തെ സവാള ഇങ്ങനെ ഇരിക്കുന്നു കണ്ടോ, വെളുത്ത് തുടുത്തിരിക്കും. നാട്ടില് ചോന്നിരിക്കും. കഷ്ണം വിച്ചേച്ചി വരുന്നുള്ള 2ാമത് ബ്രോ കോപ്പറേറ്റ് ഇരിക്കും. വാട്ടർ എക്സ്പീരിയൻസ് അത് പറയാം. കുറച്ച് ഓയിലോടല്ലേ കയ്യുമ്മ ഒട്ടിപ്പിടിക്കത്തുള്ളൂ. അബിയെ മറ്റേ പാക്കറ്റ് പൊട്ടിച്ചേ മാവ്. നിങ്ങളല്ല അബിനെ പൊട്ടിയിരിക്കണം. ഞാൻ വീഡിയോ എടുക്കുന്നു, ഇനി മാവും പൊട്ടിക്കണം. അബിക്കല്ലേ കഴിയുള്ളൂ. കുറച്ച് കുറച്ചിട്ട് വെച്ചു. ബാക്കി കുറച്ചിട്ട് വയ്ക്കും. എന്ന് പറയോ സിഗരറ്റ് വെള്ളം ഇല്ലാത്തവരുടെ ചുണ്ടൊക്കെ ചുമത്തി ചുള്ളിയില് ലിപ്സ്റ്റിക് ഇട്ട് വന്നേക്കോ കള്ളൻ. എന്ത് ലിപ്സ്റ്റിക്കാ? കുറെ ഉണ്ടല്ലോ. മേബിലിൻ ന്യൂയോർക്ക്. ബട്ടർ പ്ലസ് ഓയിൽ പ്ലസ് ഉപ്പ്. ഉപ്പൊന്നുമില്ല ബട്ടറിൽ ഉപ്പുണ്ട്. അത് ഒരു വാങ്ങിച്ചോളൂ വേണമെങ്കിൽ. ഉപ്പ് കൊണ്ടുവരും. നമുക്ക് ഒരു ചെറിയൊരു നനവുള്ള ഒരു തുണി വെച്ചിട്ട് നമുക്ക് കുറച്ചു നേരം റെസ്റ്റിംഗ് ടൈം കൊടുക്കാം. ആ പൊറോട്ടയുടെ ഷോർട്ട് ഫിലിം കണ്ടവർക്ക് മനസ്സിലാവും. അടച്ചു വയ്ക്കോ. കേസ് നമ്മൾ ഉണ്ടാക്കാൻ വെച്ച ഡ്രൈ ബീഫ്. നമ്മൾ ഏതൊരു ചാനലില് കട്ടിംഗ് ബോർഡ് ബൈ നാസ നാസ് കട്ടിംഗ് ബോർഡ് ബൈ നാസ് എന്നുള്ള പേര്. അപ്പൊ അതിൽ നോക്കിയപ്പോൾ ഉണ്ടാക്കാൻ എന്നിട്ട് ബീഫായിരുന്നു. നിർഭാഗ്യവശാൽ കുറച്ചധികം അരിഞ്ഞു പോയി. സോ നമ്മൾ ഇത് വെച്ച് സ്റ്റാർട്ടറായിട്ട് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നു? കട്ട്ലറ്റിന്റെ ബ്രെഡ് ഇതാ ലിവോയ് സെറ്റ് ചെയ്യുന്നു. ബീഫ് സെറ്റാണ്. അഭിരാമ കുക്കറിൽ കിടന്ന് വേവുന്നുണ്ട്. കുക്കറിലുണ്ട്. സോ ബാക്കപ്പ് പ്ലാൻ. ആ ബീഫ് നമുക്ക് വേറൊരു ദിവസം ആ ബീഫ് മാത്രമായിട്ടൊരു വീട്ടിൽ ഉണ്ടാക്കാം.
റീൽ ഉണ്ടാക്കാതെ അല്ലേ? അൺബോക്സ്. തുണി കളയണ്ട, ഇനി ആവശ്യം വരും. കണ്ട, ഇതിങ്ങനെ ആവണം. ലൈറ്റ് കാരണം അത് തൊട്ടാ കുറക്ക്. അതിൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണ്. ഡോണ്ട് കെയർ. കണ്ട, ഇങ്ങനെ ആയി കിട്ടണം. കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടോ കേട്ടോ. അപ്പം നമ്മളെ പൊറോട്ട കുറച്ച് നല്ല സോഫ്റ്റ് ആയി കിട്ടും. കണ്ടോ, ഇതിൽ ഗ്ലൂട്ടമിൻ തൈറോയിസിസ് എന്തോ പറയും. അയാളുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ ഷാൻജിയോടെ അയാളെന്തോ പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒന്നാക്കില്ല. അത്ര മതിയില്ലേ? ഓ മതി. രണ്ടു മൂന്ന് കഷ്ണാക്കി മാറ്റുക. ബോളാക്കണം. പക്ഷെ ഇത് ഓയിൽ വളരെ കുറവാണ്. കണ്ടോ, നല്ല കമ്മിയാണ് ഓയിൽ. അത്ര മതി. Wow, nice. മുട്ടക്കകത്ത് കൂട്ടിട്ട് അതില് ബട്ടർ ഇടണം. ബട്ടർ ഇനി ആവശ്യമുണ്ട്. ഇപ്പൊ വേണം വേണ്ട, ഇപ്പൊ ഇതിലോട്ടോ. കുഞ്ഞു മുട്ട ആളെ പറ്റിക്കാണ്ട്. കട്ട്ലേറ്റ് പൊട്ടിയിട്ടല്ലേ നല്ലൊരു ക്ലിക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ കട്ട്ലേറ്റിന് ഉപയോഗിക്കുന്ന കോഴിമുട്ട, ബ്രെഡ് ക്രംസ്. കട്ട്ലേറ്റ് വെച്ച സ്ഥലം നമ്മൾ പെരേട്ട. കട്ട്ലേറ്റ് മുരിയട്ടെ. അഭിപ്രായം പറയല്ലോ. കുറവല്ലേ? കട്ട്ലേറ്റ് വിത്ത് സോസ്. എരിവ് കുറവുണ്ട്. ഒരു നോർമൽ എല്ലാ രാജ്യക്കാർക്കും കഴിക്കാറുണ്ട് കട്ട്ലേറ്റ്. എരിവ് കുറഞ്ഞിട്ട്. സോസ് കുഴപ്പം, ടേസ്റ്റ് ഉണ്ടല്ലേ? നമ്മൾ മേടിച്ചോണ്ടിരുന്ന കണ്ടോ ഇതിന്റെ ലേയർ. ഞാൻ അടുത്തത് പൊറോട്ടയ്ക്ക് നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ, സോ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. ബീഫ് സ്പെഷ്യലിസ്റ്റ് ദുബായ് വിത്ത് ലോട്ട്സ് ഓഫ് ബീഫ്. നമ്മൾ ഓൾറെഡി മസാല തേച്ചിരിക്കുന്ന ബീഫാണ്. ഒറ്റ കുക്കറിൽ കൊള്ളാത്തതിനാൽ 2 കുക്കറിലായിട്ടാണ് നമ്മൾ ആക്കുന്നത്. സാമ്പാർ അബി. എടുക്കുന്നു. ഓ ഇത് കൊള്ളാം. ഇതാ മുതലുണ്ട്. ഇത് അങ്ങനല്ല, ഇത് ഇനിയും ചുരുട്ടി വെക്കാനുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി സൈഡിലേക്ക് ആക്കി വെക്കാം. ഓ മേലെ ചോപ്പത്തിയില്ലേ? എന്തോ ഇതല്ലോ ചൂടായല്ലേ? നല്ല പെട്ടെന്ന് ഹീറ്റ് ആവുന്നുണ്ടത്. സെക്കൻഡ് അല്ലേ ബ്രോ? കുറച്ച് ബാക്കിക്ക് ഇറങ്ങുന്നു. ജസ്റ്റ് ഫോർ സേഫ്റ്റി. തെറിച്ച് സ്റ്റൗവിലിട്ടിട്ടല്ലേ? പറഞ്ഞ നാക്കിട്ടില്ല ബ്രോ. അങ്ങനെയൊക്കെ ലിമിറ്റഡ് സ്പേസ് അല്ലേ ഈ സാധനം. ആ കുമിളാണ് നമുക്ക് വരണ്ടേ? കണ്ട കുമിള, കൊമ്മള. ആ അതന്നെ, അങ്ങനെയും പറയും ചില നാട്ടിൽ. ഇതാണ് സാധനം.
ഇല്ല ആരും കണ്ടിട്ടില്ല. എന്താ സൈഡിൽ നിന്ന് കിട്ടുന്ന കണ്ട ഇതിൽ സ്പേസ് കുറവാണ്, അതാണ് വർക്ക് മാത്രം കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് പൊടി തൂകാം. കത്തിയോടെ കട്ട് ചെയ്യാം. ഇത് ഇങ്ങനെ കട്ട് ചെയ്യണം, ഇങ്ങനെ കട്ട് നേരെ ചെയ്യണം, കട്ടി ഇങ്ങനെ നടക്കുന്നു കട്ടി. അതല്ല ഇത് പകുതി, എന്നിട്ട് ഇതുമാണ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാല്ലേ. ഫ്രണ്ടി കളിക്കുന്നു. എത്ര കൈ പോയേ. കണോ കൈ പിടിക്കുന്നുണ്ട്, പൊട്ടുന്നു. അത്രക്കും മാറാലഹ ആണ്. ഇതിൻ്റെ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഇനി ഇതും കുറച്ച് നേരം റെസ്റ്റിംഗ് ടൈം വെക്കണം. അതിന് മുന്നേ കുറച്ച് ബട്ടറിലൊഴിച്ച വെളിച്ചെണ്ണ. ബട്ടറിലൊഴിച്ച് വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണ അല്ലല്ലോ, സൺഫ്ലവർ. കുളിപ്പിച്ചെടുക്കണം. അടി കിടങ്ങാനൊന്നും ആയില്ല ഇതിനാ. ഇത് ഞങ്ങൾക്ക് പൊരിക്കാൻ ഉപയോഗിക്കാം. വീണ്ടും മൂടിയൊക്കെ കട്ട്ലേറ്റ് ഒന്നും പറയല്ലോ. ഒന്നും പറയല. കുറച്ച് എരി കൂടി ഉണ്ടെങ്കിൽ സീന് അത്ര ഉള്ളു. ഇത് പോയി തക്കാളി കട്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണുതിരിക്കുന്നതാ. ആ നമ്മൾ കട്ട്ലേറ്റ് പൊരിച്ച എണ്ണയായതുകൊണ്ടാണ് കുറച്ച് പുക വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ഉള്ളിരട്ടെ ഇഞ്ചി വെളുത്തുള്ളിയാ ബട്ടറാ. ബട്ടർ ഒളിപ്പിച്ച് ചിക്കണാ. സ്പൈസസാ കടുക്. ഇത് ഇവന്റെ മാത്രം നാട്ടിൽ ഇവന്റെ മാത്രം ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇവന്റെ മാത്രം ആൾക്കാർ ചെയ്തോണ്ടിരിക്കുന്ന സാധനമാണ്. ബീഫ് കറിയിൽ കടുക് പൊട്ടിക്ക ഞാൻ കണ്ടിട്ടില്ല. ഇവരല്ലാണ്ട് വേറെ ആളെ പൊട്ടിക്കണ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ പേടിക്കാതെ കയ്യിലെ ഇരിക്കണ്ട കളക്കിക്കോ. നാണി പാത്രം നീ അറിയണ്ടാവും. ഇവന്റെ നാണി പാത്രം പുതിയ പഴയന്റെ പുറത്തല്ലേ ഇരിക്കുന്ന പുതിയ പുറത്ത്. ആ അടിപൊളി. അത് വൈഡായത് കുഴപ്പമില്ല. എങ്ങനെ വെച്ച് കഴിഞ്ഞാല് എന്തോ സാധനം പുള്ളി കയറി പോയി. ബീഫിലപ്പോ മസാല എല്ലാം ഇട്ട് കഴിഞ്ഞു. നിങ്ങളോട് പറഞ്ഞില്ല സീക്രട്ട് ആണ് ലുവയുടെ സീക്രട്ട് മസാലയാണ്. അപ്പൂപ്പ വലിയ കൊണ്ടുവരുന്നത് ആരാണ്? അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ബീഫ്. അയ്യോ കോപ്പിറൈറ്റ്. ലിങ്കഡ് എക്സ്ട്രാ ഉള്ളേക്കുണ്ടോ? ഇതെങ്ങനെയാണ്? അത് മതി. ഇനി നമുക്ക് അടുത്ത് ഇതാണ് കമ്മിറ്റ് സൂൺ ഓണാക്കി വിട്ടു.
എല്ലാവരും ഉണ്ടാക്കിയിട്ടു. എന്താ ബ്രോ കുറച്ച് ദിവസം ഈ വഴി ഇറങ്ങി. പുള്ളി ആയിട്ടില്ല. നല്ല ബീഫ്. ബീഫിന്റെ ആള് ഇത് നോക്കുന്നു. എന്നെ എടുക്കണം ഞങ്ങൾക്ക് പൊറാട്ട കുടിച്ച് ആ ഓക്കേടാ ഓക്കേടാ. കറി കഴിക്കടാ. ആ ക്ലിപ്പ് ഒന്ന് ആഡ് ചെയ്യണ്ടാ. ആ വായന വെള്ളം ഐ കിട്ടിക്കല്ലേ ബ്രോ. ബ്രോ പിന്നെ ഗെയിമിലാണ്. അവന് പൊറോട്ട ഇട്ടിരിക്കുമ്പോഴാണ് അവൻ ഗെയിം കളിക്കുന്നത്. ഓണത്തിനിടയിൽ പൊറോട്ട ഒരല്പം ബീഫിൽ അങ്ങനെ എടുത്തിട്ട് മുക്കി 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 മുക്കിയതിന് ശേഷം ഇങ്ങനെ എടുത്തിട്ട് കഴിക്കുമ്പോഴുള്ള മോനെ സ്വർഗം കാണും മാമ. കുറച്ചുകൂടെ ഞാൻ KFC വരും. പൊറോട്ട ചുരുട്ടി പിടിക്കാൻ KFC-യില് അതും നല്ല ഐഡിയ ആണ്. ഓഫ് ചെയ്യുമ്പോൾ ചാർജില്ല.